നമസ്കാരം. താരസംഘടനയായ അമ്മയ്ക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളും ചേരിപ്പോരും പരസ്യമായ പോരിലേക്ക് വഴിമാറുന്നു. നടി അൻസിബ ഹസൻ തനിക്കെതിരെ ഉന്നയിച്ച കടുത്ത ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കി നടൻ ടെനി ടോം രംഗത്തെത്തി. സംഘടനയിൽ സജീവമായി പ്രവർത്തിക്കുന്നവരെ തകർക്കാൻ ബോധപൂർവമായ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും അൻസിബയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ മാധ്യമങ്ങളെ കാണുകയല്ല, മറിച്ച് പോലീസിനെയാണ് സമീപിക്കേണ്ടതെന്നും ടെനി ടോം കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നും ജോയിന്റ് സെക്രട്ടറി പദവിയിൽ നിന്നും താൻ രാജിവെക്കാൻ കാരണം ടെനി ടോം ആണെന്നും തനിക്കെതിരെ നടൻ അപവാദങ്ങളും വർഗീയ പ്രചാരണങ്ങളും പ്രചരിപ്പിച്ചു എന്നുമായിരുന്നു അൻസിബയുടെ വെളിപ്പെടുത്തൽ. എന്നാൽ താൻ ആരോടും അവിഹിത കഥകൾ പ്രചരിപ്പിച്ചിട്ടില്ലെന്ന് ടെനി ടോം വ്യക്തമാക്കി. അവിഹിത കഥകൾ പ്രചരിപ്പിച്ചു എന്ന് വേറൊരാൾ പറഞ്ഞു എന്നാണ് അൻസിബ അവകാശപ്പെടുന്നത്. ഇങ്ങനെ പറയരുത്. ഇത്തരം കാര്യങ്ങൾ സ്വന്തം ചെവി കൊണ്ട് നേരിട്ട് കേട്ടാൽ മാത്രമേ മറ്റുള്ളവർക്കെതിരെ ഉന്നയിക്കാൻ പാടുള്ളൂ. താൻ ആരെയും ജിഹാദി എന്ന് വിളിച്ചിട്ടില്ല, താൻ ഒരു ഷോമാനുമല്ലെന്നും ടെനി ടോം പ്രതികരിച്ചു. ഇവിടുത്തെ അംഗങ്ങളോട് വിവരങ്ങൾ പറയുന്നു എന്നല്ലാതെ ഒരു മോശമായ മെസ്സേജും ഞാൻ അയക്കാറില്ല. ഇതിപ്പോൾ രാജിക്കത്ത് കൊടുത്തത് ഫെബ്രുവരി 21 തീയതിയാണ്. ഇപ്പോൾ രാജിവെക്കരുതെന്ന് പറഞ്ഞ് ജനറൽ സെക്രട്ടറി മെയിലിന് മറുപടി അയച്ചിട്ടുണ്ട്. വ്യക്തിപരമായ തിരക്കുകൾ കാരണമാണ്, വേറൊന്നുമല്ല രാജിവെക്കാൻ കാരണമെന്ന് അൻസിബ പറഞ്ഞു. ഇന്ന് മെഡിക്കൽ ക്യാമ്പ് നടക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഒരു പൊട്ടിത്തെറി പോലെ ഇത് വരുന്നത്. എനിക്കറിയില്ല, നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇത് കൂട്ടിക്കിഴിച്ചാൽ അറിയാൻ പറ്റും. അമ്മയുടെ പരിപാടിയിൽ ഞാൻ സജീവമാണ്, നന്നായി പ്രവർത്തിക്കുന്നവനാണ്. ഇനി ഉയർന്നു കയറി പോകുമോ എന്നൊക്കെയുള്ള ചിന്തയാകാം. പ്രവർത്തിക്കുന്നവരെ തകർക്കാനുള്ള എന്തോ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. ജിഹാദി എന്ന് വിളിച്ചതും അവിഹിത കഥ പറഞ്ഞതുമൊക്കെ വേറെ ആരോ പറഞ്ഞാണ് അറിഞ്ഞതെന്ന് അൻസിബ പറയുന്നു. അങ്ങനെ പറയാൻ പാടില്ലല്ലോ, നമുക്കൊരു നിയമ സംവിധാനമുണ്ടല്ലോ. ഞാൻ എങ്ങനെ ജിഹാദി എന്നൊക്കെ വിളിക്കും? എൻ്റെ കൂട്ടുകാരന്മാരെല്ലാം മുസൽമാന്മാരാണെന്നും ടെനി ടോം പറഞ്ഞു. അതേസമയം ഈ വിവാദത്തിൽ ടെനി ടോമിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച നടി പ്രിയങ്കയും രംഗത്തെത്തിയിട്ടുണ്ട്. അമ്മ സംഘടനയ്ക്കുള്ളിലെ ആഭ്യന്തര കാര്യങ്ങൾ സംഘടനയ്ക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്ത് തീർക്കണമെന്നും അത് തെരുവിലേക്ക് വലിച്ചിഴക്കരുതെന്നും പ്രിയങ്ക ആവശ്യപ്പെട്ടു. ഇതുപോലെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോയി വിളിച്ചു പറയാനാണെങ്കിൽ തങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടാകുമെന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തു. ഒരുപാട് വർഷങ്ങളായി തനിക്ക് ടെനി ടോമിനെ അടുത്തറിയാമെന്നും ഇതുവരെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു സ്ത്രീക്കെതിരെ മോശം പരാമർശങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും അവർ സാക്ഷ്യപ്പെടുത്തി. സ്റ്റേജ് ഷോകളുടെ അണിയറയിലും റിഹേഴ്സലുകൾക്കിടയിലും സ്വാഭാവികമായ ദേഷ്യപ്പെടലുകൾ ഉണ്ടാകാറുണ്ടെന്നും അതിനെ വ്യക്തിഹത്യക്കുള്ള ആയുധമാക്കുന്നത് ശരിയല്ലെന്നും ഇരുവരും ഒരേ സ്വരത്തിൽ വ്യക്തമാക്കി. എന്നാൽ ടെനി ടോമിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അൻസിബ ഉന്നയിച്ചത്. താൻ കമ്മിറ്റിയിലെ ആരോട് സംസാരിച്ചാലും അവരെ ചേർത്ത് ടെനി ടോം അവിഹിത കഥകൾ സൃഷ്ടിക്കുന്നുവെന്നും ഒരു പെണ്ണിനെ തകർക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി ഇത്തരം കഥകളാണെന്നും അൻസിബ ചൂണ്ടിക്കാട്ടി. അമ്മയുടെ കുടുംബ സംഗമത്തിന് ഒരു ക്ഷേത്രം ടൈറ്റിൽ സ്പോൺസർഷിപ്പ് നൽകാൻ നേറ്റപ്പോൾ സംഘടനയുടെ മതസൗഹാർദ്ദം തകർക്കരുതെന്നും സംഭാവനയായി പണം സ്വീകരിക്കാമെന്നും താൻ നിലപാടെടുത്തു. ഇതിനുശേഷമാണ് തന്നെ ഒരു മത തീവ്രവാദിയാക്കാനും ജിഹാദി എന്ന് വിളിച്ച് ആക്ഷേപിക്കാനും ടെനി ടോമിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ശ്രമിച്ചതെന്ന് അൻസിബ ആരോപിച്ചു. ടെനി ടോമിന്റെ ഡ്രൈവറെയും ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ മകനെയും ഇസ്ലാമിലേക്ക് മതം മാറ്റാൻ താൻ ശ്രമിച്ചുവെന്ന് കമ്മിറ്റി അംഗങ്ങളോട് ടെനി പറഞ്ഞു വരുത്തിയതായി നടി നീന കുറുപ്പാണ് തന്നോട് വെളിപ്പെടുത്തിയതെന്നും അൻസിബ പറയുന്നു. തന്റെ പേര് അൻസിബ ഹസൻ എന്നായതുകൊണ്ട് മാത്രമാണ് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചത്. കുടുംബസംഗമത്തിന്റെ തലേ ദിവസമുണ്ടായ തർക്കത്തിനിടെ നീന കുറുപ്പിനെ ടെനി ടോം മാതാപിതാക്കളെ ചേർത്ത് തെറി വിളിക്കുകയും കയ്യാങ്കളിയുടെ വക്കോളം എത്തുകയും അടിക്കാൻ കൈ ഓങ്ങുകയും ചെയ്തതായി അൻസിബ വെളിപ്പെടുത്തി. തനിക്ക് നേരെ നടന്ന കടുത്ത മാനസിക പീഡനങ്ങളെക്കുറിച്ചും ടെനി ടോമിന്റെ പെരുമാറ്റത്തെക്കുറിച്ചും ഫെബ്രുവരി 21 രാജി സമർപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് സംഘടനയിലെ മുതിർന്ന അംഗങ്ങൾക്കെല്ലാം വോയിസ് മെസ്സേജായി അയച്ചിരുന്നു. രാജി വിവരം അറിഞ്ഞപ്പോൾ പ്രസിഡന്റ് ശ്വേതാ മേനോൻ കണ്ണു തള്ളിയ ഇമോജിയാണ് അയച്ചതെന്നും സെക്രട്ടറി കുക്കു പരമേശ്വരനോട് യഥാർത്ഥ കാരണങ്ങൾ താൻ തുറന്നു പറഞ്ഞിരുന്നുവെന്നും അൻസിബ വ്യക്തമാക്കി. സിനിമയിലെ കരിയറിനെ ബാധിക്കുമെന്ന് ഭയന്നാണ് ഇത്രയും കാലം പ്രതികരിക്കാതിരുന്നതെന്നും ഇങ്ങനെയുള്ളവരുടെ കൂടെ ഒരേ കമ്മിറ്റിയിലിരിക്കാൻ അറപ്പ് തോന്നിയത് കൊണ്ടാണ് തന്റെ ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചതെന്നും അൻസിബ പറഞ്ഞു. ഒന്നിനു പുറകെ ഒന്നായി ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുന്നതോടെ അമ്മ സംഘടനയിലെ തർക്കങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വഷളാകുമെന്നാണ് സൂചനകൾ.